ഗൈസ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിൽ നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയ റോസ്റ്റിംഗ് ആണ്. അതായത് ആളുകളെ പിടിച്ച് റോസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പിലേക്ക് പോവാണ്. അപ്പോൾ ബീഫ് റോസ്റ്റ് ചെയ്യാനുള്ള അപ്പോൾ നമ്മൾ വീട്ടിൽ ബീഫ് കഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കലാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകാനുള്ള ഒരു മടി കാരണം നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബീഫ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഇതുവരെ ബീഫ് ഉണ്ടാക്കിയിട്ടില്ല, കാരണം നമ്മൾ വീടുകളിൽ അങ്ങനെ ബീഫ് ഉണ്ടാക്കാറില്ല ആരും. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ, സംഭവം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും. ഇതിപ്പോൾ ഫെയിലായാലും എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ഫെയിലാണെങ്കിൽ ഫെയിൽ എന്ന് പറയാം. അപ്പോൾ പിന്നെ ആരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കരുത് കേട്ടോ. ബീഫിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഉള്ളി വെളുത്തുള്ളി എല്ലാ മസാല ഉണ്ടാക്കാനുള്ളത് എല്ലാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കണം. എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള പരിപാടി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പേസ്റ്റ് ആക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ബീഫിലേക്ക് മസാല ചേർക്കാൻ പോകണം കേട്ടോ. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മുളക് പൊടി ഇനി കുറച്ച് നാരങ്ങ നീര് വേണം കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പ് പാകത്തിന് ഇടാം. ഉപ്പ് എനിക്കറിയില്ല എത്ര ഇടേണ്ടത്. മതിയോ? മതിയോ? അപ്പോൾ ഇത് നന്നായിട്ട് പിന്നെ ഒന്ന് മസാല പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇതാക്കി കൊടുക്കുക. എല്ലാറ്റിലും മസാല പിടിച്ചോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കണേ. ഇപ്പോൾ ഇതിൽ കറക്റ്റ് ഇപ്പോൾ മസാലയൊക്കെ ആക്കി വെച്ചിട്ട് ഇനിയിപ്പോൾ ഇത് 1 മണിക്കൂർ നമ്മൾ ഇത് വയ്ക്കുക. കറക്റ്റായി മസാല പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വയ്ക്കുക. അപ്പോഴേക്ക് നമ്മളിത് റോസ്റ്റ് ചെയ്യാനുള്ള മറ്റേ മസാല ഉണ്ടാക്കാനുള്ള ഉള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. നമ്മളിപ്പോൾ ഇതിലേക്കുള്ള പച്ചക്കറി ഉള്ളികളൊക്കെ തൊലികളഞ്ഞ് സെറ്റാക്കി അരിഞ്ഞ് വെക്കാം. അപ്പോഴേക്ക് എന്തായാലും അപ്പോഴേക്കും ബീഫ് നല്ലോണം മസാല പിടിച്ച് സെറ്റാക്കും. എന്നിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ അതൊക്കെ എല്ലാം ഇപ്പോൾ റോസ്റ്റ് ചെയ്യാനുള്ള മസാലയ്ക്കുള്ള എല്ലാ സെറ്റ് പോയി. അപ്പോൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ സവാളയുണ്ട്, പച്ചമുളകുണ്ട്,
തക്കാളി, തേങ്ങാക്കൊത്ത്, കറിവേപ്പില, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അത് നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ബീഫ് സെറ്റായിട്ട്, ബീഫ് ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അതെടുത്തിട്ട് കുക്കറിലിട്ട് വേവിക്കാം. അപ്പോൾ 1 മണിക്കൂറായിപ്പോൾ നമ്മൾ മസാലയ്ക്ക് പറ്റി വെച്ചിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറായിപ്പോൾ. അപ്പോൾ നമ്മളിനി കുക്കറിലിട്ട് വേവിക്കാൻ പോകണം കേട്ടോ. രണ്ട് കപ്പ് വെള്ളം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വാഷറൊന്നുമില്ല. നമ്മളിപ്പോൾ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഒരു 7 വിസിൽ അല്ലെങ്കിൽ 8 വിസിൽ അടിക്കണ വരെ നമുക്ക് വയ്ക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഒന്ന് തുറന്നു നോക്കാം, വെന്തിട്ടുണ്ടോ, എന്താണ് വെള്ളമൊക്കെ കറക്റ്റാണ്, എന്താ സെറ്റപ്പ് ഒന്ന് നോക്കാം. ഇതിപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട്, വെള്ളം കുറച്ചുണ്ട്. കഴിഞ്ഞിപ്പോൾ നമുക്ക് ഇതാക്കുമ്പോൾ വേവിക്കാം. ഇനി മസാല ഉണ്ടാക്കാൻ പോവാണ്. മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ പാൻ എടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോകണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് പെരിഞ്ചീരകം, തേങ്ങാക്കൊത്തും, സവാളയും, ചെറിയുള്ളിയും, പച്ചമുളകും, കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ. അപ്പോൾ കുറച്ച് പെരിഞ്ചീരകം, നമ്മൾ തേങ്ങാക്കൊത്ത്, സവാള, നമ്മൾ നടുവിൽ കീറിയിട്ട് ഇടുകയാണ്. ഒരു 3 പച്ചമുളക് ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ ഉള്ളി ഒരു ബ്രൗൺ കളറാകും വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് തക്കാളി ഇടാൻ പോവാണ്. ഒരു തക്കാളി കണ്ടെത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് ഇതായിട്ടുണ്ട്. നമ്മുടെ ഉള്ളി ഏകദേശം ഒന്ന് വേണ്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം.
ഇപ്പോൾ അത് ഉള്ളി ഒരു ബ്രൗൺ കളറാകും വരെ നമ്മൾ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ കുറച്ച് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ടാൽ, പിന്നെ ഗരം മസാല, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക. കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. അതിപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മളിപ്പോൾ വേവിച്ച് വെച്ച ബീഫ് ചേർക്കണം. ഒന്ന് സെറ്റായതിനു ശേഷം ഈ പച്ച മണം ഒന്ന് പോയതിനു ശേഷം നമുക്ക് ബീഫ് ചേർക്കാം. അപ്പം നമുക്കിതിലേക്ക് നമ്മളെ വേവിച്ച് വെച്ച ബീഫ് ചേർക്കാം. ഞാൻ വെള്ളത്തോടുകൂടിയേ ചേർക്കണം. ഇത് നമുക്ക് വെള്ളം ഒന്ന് ജസ്റ്റ് വറ്റിച്ചെടുക്കാം. നമ്മുടെ റോസ്റ്റ് ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ഒന്ന് കഴിച്ചിട്ട് നമ്മുടെ ബീഫൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സവാള വെച്ച് കൊടുക്കാം. ലെമൺ വെച്ച് കൊടുക്കാം. പച്ചമുളക് കീറിയിട്ട് വെറുതെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ബീഫൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഉപ്പുമുളകൊക്കെ നമ്മൾ കുറച്ച് മുമ്പ് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പുമുളക് കറക്റ്റാണ്. നമ്മൾ വേവിക്കുമ്പോൾ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം.
നമ്മൾ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന അത്രയൊന്നും ആയിട്ടില്ല, പിന്നെ നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടാക്കി തരുന്ന അത്രയൊന്നും ആയിട്ടില്ല, എന്നാലും ഓക്കെ, ഏകദേശം അടിപൊളിയായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും സംഭവം നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും സംഭവം ആദ്യമായിട്ട് ഉണ്ടാക്കണതിൻ്റെ ഒരു ഇതൊന്നുമില്ല, നന്നായിട്ടുണ്ട്, ഏകദേശം നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യുക. അതുപോലെ നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ലോക്ക്ഡൗണിന് ശേഷം നല്ല നല്ല വീഡിയോസും ഈ ക്വാറന്റൈനും ഈ കൊറോണയും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ നിങ്ങൾക്ക് മുന്നിലെത്തുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.